നമ്മൾ പ്രാർത്ഥനകൾ ഓർത്ത പോലെയും നമ്മൾ അറിയാവുന്ന പോലെയും ക്രിസ്ത്യ ജീവിതത്തിലെ വിശുദ്ധിയുള്ള ബന്ധത്തിൽ നമ്മൾ ചില ആഴ്ചകളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്നൊരു വളരെ പ്രാധാന്യത അർഹിക്കുന്ന ഒരു ഉപദേശ സംഹിതി മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ട് തോന്നിയാലും വിശ്വാസികളുള്ള ബന്ധത്തിൽ അത് അത്യന്താപേക്ഷിതമായിരിക്കുന്ന മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അത് നമുക്ക് വളരെ കൃപയോടുകൂടെ നമുക്കിന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഞാനും ഈ വിഷയം വളരെയധികം ഇരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെയധികം ദിവസങ്ങൾ തന്നെ എടുത്തു ഞാൻ ഇന്നെടുക്കുന്ന ക്ലാസ് ധ്യാനിച്ച്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇന്നെടുക്കുന്ന ടോപ്പിക്ക് ഒരു ക്ലാസ് ആയിട്ട് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരും എന്ന്, കാരണം എൻ്റെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരാനായിട്ടിടയായി, ഒരുപാട് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ടിടയായി, നന്ദി പറയാനായിട്ട് എനിക്കിടയായി. അത് നിങ്ങളെയും സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഒരു തലക്കെട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു വിശ്വാസിയുടെ ക്രിസ്തുവിനോട് കൂടെയുള്ള മരണം എന്നാണ് വിഷയം. ഒരു വിശ്വാസിയുടെ ക്രിസ്തുവിനോട് കൂടെയുള്ള മരണം, ദ ബിലീവേഴ്സ് ഡെത്ത് വിത്ത് ക്രൈസ്റ്റ്. ദ ബിലീവേഴ്സ് ഡെത്ത് വിത്ത് ക്രൈസ്റ്റ് ഇതെന്താണെന്നുള്ളത് വചനത്തിലൂടെ നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചിരിക്കുന്നു, അടക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ വാട്ട് ഈസ് ദിസ് ദ ബിലീവേഴ്സ് ഡെത്ത് വിത്ത് ക്രൈസ്റ്റ്? നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, നമ്മളത് വിശ്വസിക്കുന്നു. എന്തിനു വേണ്ടി കർത്താവ് മരിച്ചു എന്ന് ചോദിച്ചാൽ മറുപടി പറയാനായിട്ട് ഒരു മറുപടിയെ സാധാരണ നമുക്കുള്ളൂ. ഹി വാസ് അവർ സബ്സ്റ്റിറ്റ്യൂഷൻ. നമുക്ക് പകരമായിട്ട് അവൻ മരിച്ചു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനായിട്ട് കാരണമുള്ളൂ. ഹി വാസ് ടേക്കിംഗ് ദ പ്ലേസ് ഓഫ് അസ്. നമ്മുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമുക്ക് പകരമായിട്ട് നമ്മുടെ കർത്താവ് മരിക്കുകയായിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ ക്രമീകരണം തൻ്റെ സഭയുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം. നമ്മൾ ബൈബിളിലൂടെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളൊക്കെ നോക്കി സഭ ആചരിച്ചു പോകുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ പ്രാധാന്യത അർഹിക്കുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞത്, ഈ വീഞ്ഞുകൾ വെച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ മരണത്തെയും അവൻ നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടങ്ങളെയും നമ്മളെല്ലാ ആഴ്ചയും ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം നമ്മൾ കൂടി വരുന്നു. എന്തുകൊണ്ട് കൂടി വരുന്നു? അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തില് അതിന്റെ കാരണം കാണുന്നു. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ, അപ്പോസ്തലന്മാരെ നമുക്ക് കാണിച്ച മാതൃക ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമാണ് അവർ അപ്പം നുറുക്കാൻ കൂടി വന്നത്. വളരെ വ്യക്തമായി നമുക്ക് ഈ ഭാഗം കാണുന്നു. ഒരാഴ്ച തുടങ്ങുമ്പോൾ ആഴ്ചയുടെ ആരംഭത്തിൽ തന്നെ ആ ആഴ്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ച് തുടങ്ങുന്നത് അപ്പവീഞ്ഞുകൾ വെച്ച് നമ്മുടെ കർത്താവിൻ്റെ മരണത്തെ ഓർത്തുകൊണ്ട് നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടങ്ങളെയും നമുക്ക് പകരക്കാരനായി അവൻ മരിച്ചതും ഓർത്തുകൊണ്ടാണ് ഒരാഴ്ച നമ്മൾ തുടങ്ങുന്നത്. ഈ എല്ലാ ആഴ്ചയും നമ്മളിങ്ങനെ കൂടി വന്ന് ഈ അപ്പവീഞ്ഞുകളിലൂടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ കോൺഷ്യസ്നസ് ആൻഡ് മീനിങ് ഓഫ് ദ വാല്യൂ ഓഫ് ദ ഡെത്ത്, ആ മരണത്തിന്റെ വ്യക്തിപരമായ ഒരു മനോഭാവവും ആശയവും അർത്ഥവും വിലയൊക്കെ നമ്മുടെ മനസ്സിൽ കൂടിക്കൂടി വരികയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ രക്ഷിക്കപ്പെട്ടതിനെക്കാട്ടിൽ ഓരോ നാളുകൾ കഴിയുന്തോറും നമ്മുടെ കർത്താവിൻ്റെ മരണ കഷ്ടങ്ങളെ കുറിച്ച് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് വളരെ ആഴമായ നമ്മുടെ മനസ്സാക്ഷിയിൽ ഒരു പ്രത്യേക മനോഭാവം, കർത്താവിൻ്റെ മരണത്തിന്റെ വില, അതിൻ്റെ വാല്യൂ, ആ മരണത്തിന്റെ വിലയും അർത്ഥമൊക്കെ നമ്മളിൽ വളരെയധികം കൂടിക്കൂടി വരികയാണ്. അത് ദൈവസഭ എല്ലാ ആഴ്ചയിലും അങ്ങനെ കൊണ്ടാടുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മൾ തിരുവചനത്തിലൂടെ ശ്രദ്ധിച്ചാൽ
നമ്മുടെ കർത്താവ് തന്ന കൽപ്പനകളിൽ സഭയ്ക്ക് തന്ന ദൗത്യമാണ് ഇങ്ങനെ ഓർക്കണം. ഉദാഹരണമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം നോക്കിയാട്ടെ. പിന്നെ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. കർത്താവ് അവിടെ പറയുന്നുണ്ട്, ദിസ് ഡു ഇൻ റിമംബറൻസ് ഓഫ് മീ. കർത്താവിൻ്റെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ ശിഷ്യന്മാരോട് കൽപ്പിച്ച കൽപ്പനയാണ് ദിസ് ഡു ഇൻ റിമംബറൻസ് ഓഫ് മീ. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യണം. നമ്മള് 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ വരുമ്പോഴും അതൊരു കൽപ്പനയാണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 24-25 വാക്യം. അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവെന്ന് പറഞ്ഞു. അവിടെ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. സോ ഇറ്റ് ഈസ് ആക്ട് ഓഫ് റിമംബറൻസ്. ഇതൊരു റിമംബറൻസ് ആണ്. ഓർമ്മയ്ക്കായി ചെയ്യുവാൻ കർത്താവ് ഇവിടെ 2 പ്രാവശ്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയെന്ന് പറയുന്നത് സംഭവിച്ച ഒരു കാര്യത്തെ ഓർക്കുകയാണ്. നമ്മള് ഇനിയും 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ 21-ാം വാക്യം നോക്കിയാട്ടെ. 21-ാം വാക്യം, അവിടെ കർത്താവിന്റെ മേശ എന്നാണ് ഇതിന് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ മേശ എന്താണ്? കർത്താവിന്റെ മേശ എന്ന് പറഞ്ഞ ആശയം നമ്മൾ ഓർക്കണം. ബൈബിളിൽ ഓരോ പ്രയോഗങ്ങൾക്കും അതിൻ്റെതായ ആശയമുണ്ട്. മേശ എന്ന് പറയുമ്പോൾ ഇറ്റ് സ്പീക്സ് ഓഫ് അവർ ഫെലോഷിപ്പ് വിത്ത് ദ ലോർഡ്. നമ്മുടെ കർത്താവിനോടുള്ള കൂട്ടായ്മ കാണിക്കുന്നതാണ് മേശ. കർത്താവിന്റെ മേശ. നമുക്കറിയാം, നമ്മള് സ്നേഹിതരെ ഭക്ഷണത്തിന് വിളിക്കാറുണ്ട്, നമ്മുടെ വീട്ടിലോട്ട് അതിഥികളായി വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വിളിച്ചുകൊണ്ട് ഹോട്ടലിൽ പോകാറുണ്ട്. ഒരു മേശയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അപ്രീസിയേഷൻ, സ്നേഹമൊക്കെ വർദ്ധിക്കുകയാണ്. ഇത് ഇവിടെ വായിക്കുമ്പോഴും ഇറ്റ് ഈസ് ലോർഡ്സ് ടേബിൾ, കർത്താവിന്റെ മേശയാണ്. ഞാൻ ഇത് വായിച്ചപ്പോൾ 2 ശമൂവേൽ 9:7 ദാവീദ് മെഫിബോശത്തിനോട്, നമുക്ക് ഒരു ദീർഘമായ പഠനത്തിന് ഉതകുന്ന ഒരു വിഷയമാണ്. ദാവീദിന് മുടന്തന്മാരെ വെറുപ്പാണ്. അങ്ങനെ 2 കാലം മുടന്തനായ ഒരു മനുഷ്യനാണ് മെഫിബോശത്ത്. ദാവീദിന്റെ ശത്രു കുടുംബത്തിൽ ജനിച്ചതാണ് മെഫിബോശത്ത്. അന്നത്തെ പ്രമാണങ്ങൾ അനുസരിച്ച് ഒരു രാജാവ് ഭരണം ഏറ്റെടുക്കുമ്പോൾ ശത്രു കുടുംബത്തിലുള്ളവരെയൊക്കെ നിഗ്രഹിക്കും. ഇവിടെ നോക്കുക, ഈ മെഫിബോശത്തിനെ പിടിച്ചുകൊണ്ട് വരുമ്പോഴും ഭയപ്പെടേണ്ട എന്ന് ദാവീദ് പറയുന്നതിന്റെ കാരണം അവനെ കൊല്ലുമെന്ന് അവന് തോന്നി. അവനെ അന്വേഷിച്ച് കൊണ്ടുവന്നതാണ്. പക്ഷേ അവിടെ ദാവീദ് അവനോട് പറഞ്ഞു, നിന്റെ അപ്പന്റെ നില ഞാൻ തിരിച്ചു തരും, നിന്നോട് ഞാൻ കരുണ കാണിക്കും. എല്ലാ അനുഗ്രഹങ്ങളും ഒന്നിന്റെ മേൽ ഒന്നായി കൊടുത്തിട്ട് ദാവീദ് അവനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. 2 ശമൂവേൽ 9:7 ഉണ്ട്. 2 ശമൂവേൽ 9:7 എന്താ വായിക്കുന്നത്? നീ നിത്യം എൻ്റെ മേശയിൽ ഭക്ഷണം കഴിക്കണം. ഒരു കമാൻഡ് പോലാണ്. യു ഷാൽ ഈറ്റ് കണ്ടിന്യൂലി അറ്റ് മൈ ടേബിൾ. രാജാവ് അവനോട് കരുണ കാണിച്ച് അവന് വേണ്ടതെല്ലാം കൊടുത്ത്, അവന് ദാസന്മാരെ കൊടുത്ത്, വസ്തുക്കളൊക്കെ അവന്റെ അപ്പന്റെ നിലവൊക്കെ തിരിച്ചു കൊടുത്ത്, അവന് ഒരിക്കലും അർഹതയില്ലാത്ത നന്മകൾ കൊടുത്തിട്ട് ഒരു കമാൻഡ് കൊടുത്തു, യു ഷാൽ ഈറ്റ് കണ്ടിന്യൂലി അറ്റ് മൈ ടേബിൾ. രാജമേശയിൽ ഭക്ഷണം കഴിക്കുക. നമ്മള് കർത്താവിനോട് കൂടെ കർത്തൃമേശയിൽ നമ്മൾ പങ്കാളികളാകുകയാണ്. വി ആർ ഹാവിംഗ് ഫെലോഷിപ്പ് വിത്ത് ദ ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, വീണ്ടും ദൈവജനം ശ്രദ്ധിക്കുമ്പോൾ ഈ മേശയെ കുറിച്ച് കാണുന്നുണ്ട്. ഇസ്രായേലിന്റെ യാഗപീഠത്തിന് മേശ എന്നാണ് പറഞ്ഞത്. മലാക്കിയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ഉം 12-ഉം വാക്യം. മലാക്കിയുടെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം 12-ാം വാക്യം. കർത്താവിന്റെ മേശ നിന്ദ്യമെന്ന് നിങ്ങൾ എണ്ണി, യഹോവയുടെ യാഗപീഠത്തിൽ നിങ്ങൾ മലിനഭോജനങ്ങൾ അർപ്പിക്കുന്നു. ആ യാഗപീഠത്തിന് മേശ എന്നാണ് പറഞ്ഞത്. മേശ എന്ന് പറയാൻ കാരണം, അവിടെയും പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ യാഗമർപ്പിക്കുമ്പോൾ ഒരു മനുഷ്യൻ ദൈവത്തിന് കൊടുക്കുന്നു. ദൈവത്തിന്റെ മേശ. ആ മേശയിൽ നിന്ന് അർപ്പിച്ച, ഉദാഹരണമായിട്ട്
സമാധാനയാഗം. അതിന്റെ ഒരു ഭാഗം അർപ്പകൻ ഭക്ഷിക്കുന്നുണ്ട്, പുരോഹിതൻ ഭക്ഷിക്കുന്നുണ്ട്. ഒന്നിച്ചുള്ളൊരു കൂട്ടായ്മ, ഫെലോഷിപ്പ്. നമ്മള് ഓർക്കുക, യാഗപീഠത്തെങ്കിൽ അർപ്പിച്ചത് ലേവ്യ പുസ്തകം 1 തൊട്ട് 5 വരെയുള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അത് 5 യാഗങ്ങളാണ്. ഒന്നുകിൽ മാവ് കൊണ്ടുള്ളത് ഭോജനയാഗം, അല്ലെങ്കിൽ മാംസം അർപ്പിച്ചു. ഇനി അടുത്തതായിട്ട് നോക്കിയാട്ടെ, നിങ്ങള് 1 രാജാക്കന്മാർ 4-ാം അധ്യായം, ആ ഭാഗം വേണേ ഒന്ന് നോക്കാം. ഇന്നലെ ഞാൻ ആ ഭാഗം കഴിഞ്ഞ ദിവസം എടുത്തപ്പോൾ വീണ്ടും എന്റെ മനസ്സിൽ ചിന്ത വന്നു, അതുകൊണ്ട് ആ ഭാഗം ഒന്ന് എടുത്തേക്കാം. 1 രാജാക്കന്മാർ 4-ാം അധ്യായം. 1 രാജാക്കന്മാർ 4-ാം അധ്യായം ഈ ശലോമോന്റെ മേശയെ കുറിച്ച് പറയുകയാണ്, ടേബിൾ ഓഫ് സോളമൻ. ഈ ശലോമോന്റെ മേശയില് വന്ന സാധനങ്ങൾ 22 തൊട്ട് 23 വരെ വാക്യം നോക്കിയാൽ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ശലോമോന്റെ നിത്യച്ചെലവ് ദിവസേന 1-ന് 30 പറ നേരിയ മാവ്, 60 പറ സാധാരണ മാവ്, മാൻ, ഇളമാൻ, പ്ലാവ്, പുഷ്ടി വരുത്തിയ പക്ഷികൾ എന്നിവ കൂടാതെ തടിപ്പിച്ച 10 കാളയും മേച്ചിപ്പുറത്ത് 20 കാളയും 6 ആടും ആയിരുന്നു. ഞാൻ അതിന്റെ വിശദീകരണത്തിൽ പോവുകയല്ല. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ശലോമോന്റെ മേശയിൽ വന്നതും ഒന്നുകിൽ മാവ് കൊണ്ട് അല്ലെങ്കിൽ മാംസം കൊണ്ട്. യഹോവയുടെ മേശ എന്ന് പറയുന്ന പഴയ നിയമ യാഗപീഠത്തെങ്കിലും ഒന്നുകിൽ മാവ് കൊണ്ട് ഭോജനയാഗം, അല്ലെങ്കിൽ മാംസം കൊണ്ടുള്ളത്. നമ്മൾ ഇന്ന് കർത്താവിന്റെ മേശ ആചരിക്കുമ്പോൾ അവിടെയും ഈ 2 വസ്തുതകളാണ്, ഒന്നുകിൽ മാവ് കൊണ്ടുള്ളത് അല്ലെങ്കിൽ മാംസം കൊണ്ടുള്ളത്. വളരെ വ്യക്തമായി നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുന്നു. ആ മാവ് യേശുക്രിസ്തുവിന്റെ ഈ ലോക ജീവിതത്തെ വരച്ചു കാണിക്കുന്നു. നേരിയ മാവ്, ഭോജനയാഗം 1-2-ാം അധ്യായം. ആ മാംസം കർത്താവിന്റെ മരണത്തെ കാണിക്കുന്നു. വളരെ വ്യക്തമായി നമ്മൾ നോക്കിയേ, വചനത്തിൽ അതിന്റെ കോറിലേഷൻ നോക്കിയേ. അതിന്റെ കോറിലേഷൻ നമ്മൾ നോക്കിയാല് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ വ്യക്തമായി ഈ മേശയിലെ കൊണ്ട് അർപ്പിച്ചതൊക്കെ മാവ് കൊണ്ടുള്ളതും മാംസം കൊണ്ടുള്ളതുമാണ്. നമ്മൾ മറ്റു വിധത്തിൽ ചിന്തിച്ചാൽ, നമ്മള് കർത്താവിന്റെ മേശയിൽ കടന്നു വരുമ്പോഴും അവിടെയും ആ കൂട്ടായ്മയെ ആചരിക്കുന്നത് അവന്റെ ജീവിതം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തം. അവിടെയും നമ്മള് വാസ്തവത്തിൽ ആ മേശയിൽ ഭക്ഷണം കഴിക്കുന്നത്, കൂട്ടായ്മയെ ആചരിക്കുന്നത് കർത്താവിന്റെ ജീവിതത്തെയും മരണത്തെയും കണ്ടുകൊണ്ടാണ്. ഇനി ഈ ശലോമോന്റെ മേശയെ കുറിച്ച് നോക്കിയപ്പോൾ അതിന്റെ 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ശലോമോന് ഇസ്രായേലിലൊക്കെയും 12 കാര്യക്കാരുണ്ടായിരുന്നു. ഒരു കുറവും വരുത്താതെ ഈ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തത് 12 കാര്യസ്ഥന്മാരാണ്. ഓരോ മാസവും അവർ അത് അർപ്പിച്ചുകൊണ്ടിരുന്നു. ദൈവദാസന്മാരുടെ ചുമതല കാണുന്നു. നമ്മുടെ കർത്താവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഇവിടെയും 12 കാര്യസ്ഥന്മാരാണ് ശലോമോൻ ഉണ്ടായിരുന്നത്. ഏതായാലും അവിടെ വിടട്ടെ. നമ്മൾ ഒരു കാര്യം ഓർക്കുക, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം നമ്മുടെ കർത്താവിന്റെ സന്നിധിയില് നമ്മൾ വന്ന് ആ മേശയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ അവനോട് കൂട്ടായ്മ ആചരിപ്പിക്കുമ്പോൾ, ഓരോ ആഴ്ച കഴിയുമ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവനോടുള്ള ആ മരണത്തിന്റെ കോൺഷ്യസ്നസ്, അതിൻ്റെ നമ്മുടെ മനസ്സിലെ മനോഭാവത്തിൽ അതിൻ്റെ അർത്ഥം, അതിൻ്റെ വില ഒക്കെ നമ്മളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ദൈവം നമുക്ക് ക്രമീകരിച്ച ഒരു പ്രത്യേക ഒരു കാര്യമാണ്. അതിനുവേണ്ടിയാണ് ദൈവജനം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ദൈവജനത്തിന്റെ ആദ്യത്തെ പേജ് തൊട്ട് നോക്കിയാൽ ഇത് മുഴുവൻ യേശുക്രിസ്തുവിന്റെ ജീവിതവും മരണവും ഒക്കെ വരച്ചു കാണിക്കുകയാണ്. നമുക്കറിയാം, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. യേശുക്രിസ്തുവിന്റെ മരണമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കുക, ഈ ദൈവപുത്രന്റെ മരണം നമ്മളെ പാപികളെ പിതാവായ ദൈവത്തിന്റെ മാർവോട് ചേർക്കുവാൻ, നമ്മളെ അംഗീകരിപ്പാൻ, നമ്മളെ ശിക്ഷിക്കാതെ തൻ്റെ പുത്രനിലൂടെ നിരപ്പ് പ്രാപിപ്പിച്ച് നമ്മളെ അവന്റെ സ്വന്തമാക്കി മക്കളായി എണ്ണുവാൻ നമ്മളെ ദൈവം ഇടയാക്കി മാറ്റി. ഇന്ന് ദൈവം ഒരു മനുഷ്യനെ ശിക്ഷിക്കുന്നെങ്കിൽ ഇത് വിശ്വസിക്കാത്തവനെ ശിക്ഷിക്കത്തുള്ളൂ. 1-2 വാക്യം ഞാൻ വായിച്ചോട്ടെ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം നോക്കിയാട്ടെ. ദൈവം മനുഷ്യനെ ശിക്ഷിക്കുന്നെങ്കിൽ, ന്യായവിധി നടത്തുന്നെങ്കിൽ, ഈ കാര്യം ദൈവം ഇത്ര വലിയ രക്ഷ ഒരുക്കിയത്
വിശ്വസിക്കുന്നില്ല എന്ന ഒറ്റ കാരണത്തിലാണ് ശിക്ഷിക്കപ്പെടാൻ പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. അപ്പോൾ ന്യായവിധി എന്ന് പറയുന്നത് ദൈവപുത്രനിൽ വിശ്വസിക്കാത്തവർക്കാണ്. 2 കൊരിന്ത്യർ 5:19 യേശുക്രിസ്തു മൂലം പിതാവായ ദൈവത്തോട് നമ്മളെ നിരപ്പിക്കുകയാണ്. നിരപ്പിന്റെ വചനം നമുക്ക് തന്നിരിക്കുന്നു. നമുക്കത് മനസ്സിലായി. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. ആ മരണം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. നമ്മളോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ തന്നെ ഓർമ്മയ്ക്കായി ചെയ്യണം. നമ്മൾ ഓർക്കണം, ആക്റ്റീവ്ലി നമ്മൾ ഓർക്കണം. ഞായറാഴ്ച തോറും, ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം തോറും നമ്മൾ ആക്റ്റീവ്ലി ഓർക്കണം. തിരുവചനത്തിലൂടെ ആ ദൈവദാസന്മാർ ഒരുക്കിക്കൊണ്ട് ശലോമോന്റെ മേശയിൽ ഭക്ഷണം കൊണ്ടുവന്ന പോലെ നമ്മളും ഒരുക്കിക്കൊണ്ട് ഈ തിരുവചനത്തിന്റെ ഏടുകളിൽ നിന്ന് അവന്റെ ജീവിതവും അവന്റെ മരണവും നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി അതൊരു ഭോജനമായി ആ മേശപ്പുറത്ത് കൊണ്ട് അർപ്പിക്കണം. അങ്ങനെ ചെയ്താൽ ഈ മരണത്തോടുള്ള ബന്ധത്തിൽ, കർത്താവിന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ അപ്രീസിയേഷൻ, അതിന്റെ അർത്ഥം, അതിന്റെ വില ഒക്കെ കൂടിക്കൂടി നമ്മുടെ മനസ്സിൽ വരും. നമ്മൾ കണ്ടു 2 കാര്യങ്ങൾ സംഭവിക്കുകയാണ്. നമ്മൾ ഒന്നാമത്തേത് മാത്രമേ ചിന്തിച്ചുള്ളൂ. ഈ പുത്രന്റെ മരണത്താല് നമ്മളെ പിതാവായ ദൈവം സ്വീകരിക്കുന്നു. നമ്മളെ യാതൊരു കുറ്റവും ചെയ്യാത്തവരായി ശിക്ഷിക്കാതെ നമ്മളെ നിരപ്പിച്ച് അവന്റെ മക്കളാക്കി മാറ്റുന്നു. രണ്ടാമതൊരു ഭാഗമുണ്ട്. അതാണ് നമ്മുടെ ചിന്താ വിഷയം. ഈ ഒന്നാമത്തെ ഭാഗം പോലെ തന്നെ ഒരു പോസിറ്റീവ് റിയാലിറ്റി, അതായത് ഒരു ക്രിയാത്മകമായ യാഥാർത്ഥ്യമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ സിൻ നേച്ചർ. എനിക്കൊരു പാപ പ്രകൃതിയുണ്ട്. സിൻ നേച്ചർ, എനിക്കൊരു പാപ പ്രകൃതിയുണ്ട്. അതിന്റെ ശിക്ഷയും പുത്രൻ ക്രൂശിൽ അനുഭവിച്ചു. ഇതിന്റെ ശിക്ഷയും കർത്താവ് ക്രൂശിൽ അനുഭവിച്ചു. നമ്മുടെ ഇന്നത്തെ പഠനത്തിന്റെ ഭാഗം അതാണ്. അതിന്റെ പരിണിത ഫലം എന്താണെന്നുള്ളത് നമ്മൾ നോക്കാൻ പോവാണ്. ക്രിസ്തുവിന്റെ മരണത്താൽ ക്രിസ്തുവിന്റെ മരണത്താൽ 2 കാര്യങ്ങളാണ് സാധിപ്പിച്ചത്. നമ്മളെ 2-ാം ഭാഗത്ത് സാധാരണ ധ്യാനിക്കാറില്ല. ക്രിസ്തുവിന്റെ മരണത്താൽ നീതിമാനായ വിശുദ്ധനായ ദൈവത്തിന് നമ്മളെ കുറ്റം വിധിക്കാതെ, നമ്മളെ ശിക്ഷിക്കാതെ ദൈവത്തോട് നമ്മളെ നിരപ്പിച്ച് ദൈവത്തിന്റെ മക്കളാക്കി നമ്മളെ സ്വീകരിപ്പാൻ അവന് കഴിയും. രണ്ടാമതായിട്ട് ഒരു വിശ്വാസിയിലുള്ള പാപപ്രകൃതിക്ക് പരിഹാരം ഉണ്ടാക്കി അവനെ ശിക്ഷിക്കാതെ ദൈവത്തിന് അവനോട് കരുണ കാണിച്ച് അവനെ സഹായിപ്പാനായിട്ട് ദൈവത്തിന് കഴിയുന്നു. നമ്മൾ ഓർക്കുക, ഈ 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ക്രിസ്തുവിന്റെ മരണത്താൽ നമുക്ക് ലഭിച്ച 2 കാര്യങ്ങൾ. ഒന്ന്, there is no penalty of sin. പാപത്തിന്റെ ശിക്ഷയില്ല. 2, the power of sin is broken. നമ്മളിലുള്ള പാപത്തിന്റെ ശക്തി തകർത്തു കളഞ്ഞു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ വ്യക്തമായിട്ട് അറിയാം. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പാപപ്രകൃതിയും രക്ഷിക്കപ്പെട്ട ശേഷം എന്നിലുള്ള പാപത്തിന്റെ ശക്തിയെ തകർത്തു കളയുന്നത് എനിക്ക് മനസ്സിലായി. എന്നാൽ ഇതിന്റെ ആശയം, അർത്ഥം, ബൈബിൾ പഠിപ്പിക്കുന്ന ആ ആഴമേറിയ സത്യം ഞാൻ ഗ്രഹിച്ചത് വളരെ വളരെ താമസിച്ചാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിച്ച പോലെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത് എന്നുള്ളത്, ഒരു ക്ലാസ് ആയിട്ട് എടുക്കുന്നുള്ളത് ഓർക്കുക. 2 കാര്യങ്ങൾ ദൈവപുത്രന്റെ മരണത്താൽ സംഭവിച്ചു. ഒന്ന്, പെനാൽറ്റി ഓഫ് സിൻ, പാപത്തിന്റെ ശിക്ഷ അവൻ അനുഭവിച്ചു, നമുക്ക് വിടുതൽ കിട്ടി. 2, നമ്മളിലുള്ള പാപത്തിന്റെ ശക്തിയെ ദൈവപുത്രന്റെ മരണത്താൽ തകർത്ത് കളഞ്ഞു. നമ്മൾ 2-ാമത്തെ ഭാഗം പഠിക്കാൻ പോവുകയാണ്. നമ്മൾ ഓർക്കണം, സിൻ ഈസ് ബേസിക്കലി പ്രൈമറിലി അഗെയിൻസ്റ്റ് ഗോഡ്. പാപം എന്ന് പറയുന്നത് പ്രത്യേകാൽ ദൈവത്തോടുള്ള ബന്ധത്തിലാണ് പാപം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ഗോഡ്. ഞാൻ 2 വാക്യം എടുക്കാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം എടുത്താട്ടെ. പെസഹ കുഞ്ഞാടിന്റെ കാര്യമാണ്. 12-ന്റെ 13-ാമത്തെ വാക്യം നോക്കിയാട്ടെ. നമുക്ക് അറിയാവുന്ന വാക്യമാണ്, പക്ഷേ നമ്മൾ അവിടെ വേറൊരു ഈ സത്യം കാണാൻ പോവുകയാണ്. നമ്മൾ കണ്ടു, സിൻ ഈസ് പ്രൈമറിലി അഗെയിൻസ്റ്റ് ഗോഡ്. പരമപ്രധാനമായിട്ട് പാപം ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. പുറപ്പാട് പുസ്തകം 12-ന്റെ 13 നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നുപോകും. ആര് രക്തം കാണുമ്പോഴാ?
ഞാൻ രക്തം കാണുമ്പോൾ, the value of the blood is seen by God. ദൈവപുത്രന്റെ ചോരയുടെ വില, പെസഹ കുഞ്ഞാടിന്റെ ചോരയുടെ വില കാണുന്നത് നമ്മളല്ല. നമ്മൾ ആ വീടിന്റെ ഉള്ളിൽ, ഇസ്രായേൽ മക്കൾ വീടിന്റെ ഉള്ളിൽ കതകടച്ചിരിക്കുകയാണ്. ആ രക്തം പുറത്താണ്. ആ രക്തം കാണുന്നത് ദൈവമാണ്. ഓ വണ്ടർഫുൾ. സിൻ ഈസ് പ്രൈമർലി അഗെയിൻസ്റ്റ് ഗോഡ്. പാപം പരമപ്രധാനമായി ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. ആ പാപത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തിന്റെ വില മനസ്സിലാക്കുന്നത് ദൈവമാണ്. When I see the blood, I will pass over you. രണ്ടാമതൊരു ഭാഗം എടുക്കാം. ലേവ്യ പുസ്തകം 16-ാം അധ്യായം. ലേവ്യ പുസ്തകം 16-ാം അധ്യായം, അതിന്റെ 14-ഉം 15-ഉം വാക്യം. ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 16-ാം അധ്യായത്തിന്റെ 14-ഉം 15-ഉം വാക്യം. 14-ഉം 15-ഉം വാക്യത്തിലെ മഹാപാപ പരിഹാര ദിവസം അവൻ കാളയുടെ രക്തം കുറെ എടുത്ത് വിരൽ കൊണ്ട് കിഴക്കോട്ട് കൃപാസനത്തിന്മേൽ തളിക്കണം. അവൻ രക്തം കുറെ വിരൽ കൊണ്ട് കൃപാസനത്തിന് മുമ്പിൽ 7 പ്രാവശ്യം തളിക്കണം. പിന്നെ അവൻ ജനത്തിന് വേണ്ടിയുള്ള പാപയാഗത്തിന്റെ കോലാട്ടുകൊറ്റിനെയും അറുത്ത രക്തം തിരശ്ശീലേക്ക് അകത്തു കൊണ്ടുവന്ന് കാളയുടെ രക്തം കൊണ്ട് ചെയ്തതുപോലെ ഇതിന്റെ രക്തം കൊണ്ട് ചെയ്ത് അതിനെ കൃപാസനത്തിന്മേലും കൃപാസനത്തിന് മുമ്പിലും തളിക്കണം. തിരശ്ശീലേക്കകത്ത് രക്തം, തിരശ്ശീലേക്കകത്ത്. ദൈവം വസിക്കുന്ന എവിടെയാണ്? പുറപ്പാട് ദിവസം 25-ന്റെ 22 തിരശ്ശീലേക്കകത്താണ്. പുറപ്പാട് 25-ന്റെ 22 ദൈവം തിരശ്ശീലേക്കകത്താണ്. ഹോളി ഓഫ് ഹോളീസ്, അതിവിശുദ്ധ സ്ഥലത്ത് അകത്താണ് വസിക്കുന്നത്. അവിടോട്ട് കൊണ്ടുചെല്ലണം ഈ രക്തം, ജനത്തിന്റെ പാപത്തിനു വേണ്ടി അറുക്കപ്പെട്ട കോലാടിന്റെ രക്തം. When I see the blood, ദൈവം ആ രക്തം കാണുമ്പോൾ അവരെ ശിക്ഷിക്കാതെ വിടുകയാണ് ഇസ്രായേലിനെ. ദൈവം സംഹാരദൂതനിൽ നിന്ന് വിടുതൽ കൊടുക്കുന്നത് ആ ചോര കാണുമ്പോഴാണ്. ഇതിന്റെ പൊരുളെന്ന് ആലോചിച്ചേ. നമ്മുടെ കർത്താവിന്റെ രക്തത്തിന്റെ വില ശരിയായി ഗ്രഹിച്ചത് നമ്മളല്ല, പിതാവായ ദൈവമാണ്. തന്റെ പുത്രന്റെ രക്തത്തിന്റെ വില നമ്മൾ വിശ്വസിച്ചു എന്ന ഒരു കാരണം. എന്നാൽ പിതാവായ ദൈവം ആ രക്തത്തിന്റെ വിലയുടെ ഫലമായി നമ്മളെ ശിക്ഷിക്കാതെ വിടുകയും നമ്മളിലുള്ള പാപത്തിന്റെ ശക്തിക്ക് തകർച്ച ഉണ്ടാക്കി തരികയും ചെയ്യുകയാണ്. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗത്തിലേക്ക് നമുക്ക് വരാം. നമ്മള് റോമലേഖനം 6-ാം അധ്യായം നടത്താട്ടെ. നമ്മൾ അവിടെ നിന്ന് ഒരു പഠനം നടത്താൻ പോവുകയാണ്. നമ്മൾ കണ്ടു ക്രിസ്തുവിന്റെ മരണം 2 കാര്യങ്ങൾ നടത്തി. ഒന്ന്, നമ്മുടെ പെനാൽറ്റി ഓഫ് സിൻ ഈസ് ഓവർ ആൻഡ് ദ പവർ ഓഫ് സിൻ ഇൻ us ഈസ് ഓൾസോ ബ്രോക്കൺ. നമ്മളിലുള്ള പാപത്തിന്റെ ശക്തിക്കും പരിഹാരം വന്നിരിക്കുകയാണ്. നമ്മൾ അത് എങ്ങനെയാണെന്നുള്ളത് കാണാൻ പോവുകയാണ്. ഈ റോമലേഖനം 6-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 10 വാക്യം, ശരിക്ക് അതിന്റെ 14 വരെയുള്ള വാക്യം നമുക്ക് നോക്കണം. ഇപ്പൊ വായിക്കേണ്ട, അത്യാവശ്യമുള്ള ഭാഗങ്ങൾ ഞാൻ വായിക്കാം. എന്നാൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ വിഷയത്തിന്റെ ഫൗണ്ടേഷൻ, ദൈവം പറഞ്ഞ ഈ കാര്യം, അതായത് പാപത്തിന്റെ ശക്തിയെ തകർത്തു എന്ന് പറയുന്നതിന്റെ അടിത്തറ, ഫൗണ്ടേഷൻ, ആ ഉപദേശത്തിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. റോമലേഖനം 6-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 10 വരെയുള്ള വാക്യമാണ്. എന്തിനാണ് ദൈവം ഇങ്ങനെ ചെയ്തത്? ദൈവം ഇങ്ങനെ ചെയ്തത് നമ്മുടെ നടപ്പ് നമ്മൾ വായിക്കുന്നു. അതിന്റെ 8-ാം അധ്യായത്തിൽ വരുമ്പോൾ 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നോക്കിയാട്ടെ. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തി. 2, 4-ാം വാക്യം നോക്കിയാട്ടെ. ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന് നീതി നിവർത്തിക്കാൻ. ദൈവം ഇത് എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? ഇത് ചെയ്തത് നമ്മുടെ നടപ്പ് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആക്കി തീർക്കാൻ. It is in relation to our walk. ചില വാക്യങ്ങൾ ആദ്യമായി ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. ഈ ഭാഗങ്ങൾ നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുന്നു. ഒരു വിശ്വാസി പാപം ചെയ്യേണ്ടി വരത്തില്ല, അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നോ നീഡ് ഓഫ് കണ്ടിന്യൂയിങ് ഇൻ സിൻ. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ക്രൂരരുടെ പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? ഇല്ല, ചെയ്യണ്ട. 4-ാം വാക്യം നോക്കിയാട്ടെ. 4-ാം വാക്യം, 4-ാം വാക്യത്തില്
അവിടെ അതിന്റെ അവസാന ഭാഗം, ക്രിസ്തു മരിച്ച പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റ പോലെ ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ നമ്മുടെ ഒരു പുതിയ നടപ്പ്, ജീവന്റെ നടപ്പ്, പുതുമയുടെ നടപ്പ്. 6:14 നോക്കിക്കാട്ടെ. 14, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്തെ അനുഗ്രഹ പാപം നിങ്ങൾ കർത്തൃത്വം നടത്തത്തില്ല. സിൻ വിൽ നോട്ട് റൂൾ യു. പാപം നിങ്ങളെ കർത്തൃത്വം നടത്തത്തില്ല. 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, നാം ഇനി പാപത്തിന് അടിമപ്പെടത്തില്ല. 6:6 ഒന്ന് നോക്കിക്കാട്ടെ. നമ്മൾ പാപത്തിൽ തുടർന്ന് ജീവിക്കണ്ട. നമ്മള് ജീവിക്കേണ്ടത് ജീവന്റെ ഒരു പുതുക്കത്തിലാണ്. വീണ്ടും നമ്മൾ വായിച്ചു 14, പാപം നമ്മളിൽ കർത്തൃത്വം നടത്തത്തില്ല. 6:6 പാപത്തിന് നമ്മൾ അടിമയല്ല, അടിമ സ്ലേവ് അല്ല എന്ന് പറഞ്ഞാൽ ഈ ഭാഗം ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ക്രൂശുമരണം മൂലം ദൈവമക്കൾക്ക് ഒരു വിടുതൽ കിട്ടി. പാപത്തിന്റെ ശക്തിയിൽ നിന്ന് ഒരു വിടുതൽ കിട്ടി. ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഈസ് ചേഞ്ച്ഡ്. ക്വാളിറ്റി ഓഫ് അവർ ഡെയിലി ലൈഫ് ഈസ് ചേഞ്ച്ഡ്. അവർ പ്രസന്റ് വാക്ക്, ഇന്ന് നമ്മുടെ ജീവിതം, സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ആ തങ്കത്തെരുവീതിയിൽ പിതാവായ ദൈവത്തോടുകൂടെ വിശുദ്ധിയിൽ നമ്മൾ നടക്കും. അത് ശരിയാണ്. എന്നാൽ ഈ ഭൂമിയിൽ നമ്മൾ നടക്കുമ്പോൾ പ്രസന്റ് വാക്ക്, ഇന്ന് നമ്മൾ നടക്കുമ്പോൾ പാപം ചെയ്യാതെ, പാപത്തിന് അടിമപ്പെടാതെ നടക്കുവാൻ ദൈവം എല്ലാ കാര്യങ്ങളും ചെയ്തു. അതിന് ദൈവം ചെയ്തത് എന്താണ്? ഈ ഡെയിലി വാക്ക്, ഒരു വിശുദ്ധന്റെ എല്ലാ ദിവസവുമുള്ള നടപ്പിന് വേണ്ടി ദൈവം എന്ത് ചെയ്തു? നമ്മുടെ പഴയ മനുഷ്യനെ ശിക്ഷിച്ചു. ക്രൂശിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാര്യം, നമ്മുടെ പാപത്തിന് വേണ്ടി മാത്രമല്ല ശിക്ഷ കർത്താവ് അനുഭവിച്ചത്, നമ്മൾ അനുഭവിക്കേണ്ട. കാരണം ഈസ് അവർ സബ്സ്റ്റിറ്റ്യൂട്ട്, നമുക്ക് പകരക്കാരനാണ്. ആ പകരക്കാരനായി അവൻ മരിക്കുമ്പോൾ അവർ ഓൾഡ് നേച്ചറും അതിനും ശിക്ഷ അനുഭവിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡെയിലി വാക്ക്, ദിനംതോറുമുള്ള നടപ്പ് ദൈവം ആഗ്രഹിക്കുന്ന പോലെ, സ്വർഗത്തിൽ നടക്കുന്ന പോലെ ജീവന്റെ പുതുക്കത്തിലൂടെ നടക്കാൻ കഴിയുള്ളൂ. ദൈവം നമ്മളെ ശിക്ഷിക്കുന്നില്ല. ഞാനൊരു വാക്യം നോട്ട് ചെയ്തതെന്ന് പറഞ്ഞോട്ടെ. യെരമ്യാ പ്രവചനം എടുത്താട്ടെ. ദൈവം നമ്മളെ ശിക്ഷിക്കുകയാണെങ്കിൽ യെരമ്യാ പ്രവചനം 10-ാം അധ്യായം ഒന്ന് എടുത്താട്ടെ. ആ വാക്യം വളരെ ധ്യാനിപ്പാൻ, സന്തോഷിപ്പാൻ കഴിയുന്ന ഒരു ഭാഗം. യെരമ്യാ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. യഹോവേ, ഞാൻ ഇല്ലാതെയായി പോകാതിരിക്കേണ്ടതിന്, അണ്ടർലൈൻ ചെയ്യുക, ഇല്ലാതെയായി പോകാതിരിക്കേണ്ടതിന് നീ എന്നെ കോപത്തോടെയല്ല ന്യായത്തോടെ അത്രേ ശിക്ഷിക്കണമേ. ആ വാക്യം കണ്ടു. ഓ ലോർഡ്, കറക്റ്റ് മീ ബട്ട് വിത്ത് ജഡ്ജ്മെന്റ്, നോട്ട് ഇൻ ദൈൻ ആങ്കർ ലെസ്റ്റ് ദൗ ബ്രിങ് മീ ടു നത്തിങ്. ദൈവം കോപത്തോടെ നമ്മളെ ശിക്ഷിച്ചാൽ എന്തോ പറ്റും? നമ്മൾ ഇല്ലാതെ പോകും. ദൈവം കോപത്തോടെ നമ്മളെ ശിക്ഷിക്കുകയാണ്, നമ്മൾ ഇല്ലാതെ പോകും. നമ്മളെ കറക്റ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ ശിക്ഷയുണ്ട്. ഇത് ദൈവത്തിന്റെ കൃപയാണ്, മേഴ്സി ഓഫ് ഗോഡ്. നമ്മൾ ഓർത്തതുപോലെ ആ പഴയ മനുഷ്യനെ കർത്താവ് ശിക്ഷിച്ചത് നമുക്ക് കാണാം. നമുക്ക് വീണ്ടും റോമലേഖനം 6-ാം അധ്യായത്തിൽ വരാം. റോമലേഖനം 6-ാം അധ്യായം, അതിന്റെ 6-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 6-ാമത്തെ വാക്യം, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടെന്ന് നാം അറിയുന്നു. പാപ ശരീരം, ദാറ്റ് ഈസ് ദ ഓൾഡ് മാൻ. നമ്മൾ മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യൻ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ക്രൂശിച്ചാണോ? അല്ല. നമ്മൾക്ക് ക്രൂശിക്കാൻ കഴിയില്ല. നമ്മളോട് ക്രൂശിക്കാൻ പറഞ്ഞിട്ടില്ല. നാം തിരുവനന്തപുരത്ത് നിന്ന് കാണാൻ പോവുകയാണ്. ഈ നടന്നത് വിശ്വസിക്കാനും അംഗീകരിക്കാനുമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ വായിക്കുന്നത് എന്താണ്? ആ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, പാസ്റ്റ് ടെൻസ് ആണ്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് അത് സംഭവിച്ചു. നമ്മൾ ക്രൂശിച്ചതല്ല, നമ്മളോട് ക്രൂശിക്കാൻ പറഞ്ഞിട്ടില്ല. ഈ ക്രൂശീകരണം പിതാവ് തന്റെ പുത്രനിൽ നടത്തിയതാണ്. നമ്മൾ ക്രൂശിക്കപ്പെട്ടു, പഴയ മനുഷ്യൻ. 2-ാം വാക്യം, റോമർ 6:2, പാപസംബന്ധമായി മരിച്ചു. ഡെഡ് വിത്ത് സിൻ, പാപസംബന്ധമായി മരിച്ചു. 4-ാം വാക്യം,
അങ്ങനെ മരണത്തിൽ പങ്കാളിയായിത്തീർന്ന സ്നാനത്തിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. 5 അവനോട് ഏകീഭവിച്ചു പുനരുത്ഥാനത്തിന്റെ സാദൃശ്യം. അപ്പം നമ്മുടെ പല കാര്യങ്ങൾ നമ്മൾ കാണുന്നു. നമ്മുടെ മരണം, ക്രൂസിഫിക്ഷൻ, നമ്മുടെ അടക്കം, നമ്മുടെ പുനരുത്ഥാനം എന്തിനു വേണ്ടിയാണ്? അതിന്റെ 4-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. ക്രിസ്തു 2-ാം ഭാഗം, 4-ന്റെ 2-ാം ഭാഗം. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റ പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് ഒരു വിശുദ്ധ ജീവിതം, സ്വർഗത്തിൽ നടക്കുന്ന പോലെ ഈ ഭൂമിയിൽ നടക്കാൻ, ജീവന്റെ പുതുക്കത്തിൽ എ ന്യൂ കൈൻഡ് ഓഫ് ലൈഫ്, എ ന്യൂനെസ് ഓഫ് ലൈഫ്, അതിൽ നടക്കാൻ വേണ്ടി ദൈവം ചെയ്ത എന്താണ്? നമ്മുടെ പഴയ മനുഷ്യനെ അവസാനം വരുത്തി. നമ്മുടെ പഴയ മനുഷ്യനെ അവിടെ ക്രൂശിച്ചു. ആ ക്രൂശിച്ച ആ മനുഷ്യനെ അടക്കി ജീവന്റെ പുതുക്കത്തിൽ നമ്മൾ പുനരുത്ഥാനം പ്രാപിച്ചു. നമുക്കിനി നടക്കാം. നമുക്കൊരു വിടുതൽ കിട്ടി. നമുക്കൊരു നടപ്പുണ്ട്. ആ നടപ്പ് സ്വർഗത്തിൽ നടക്കുന്ന പോലെ നടക്കുകയാണ്. നമ്മൾ മരിച്ചു എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഡെഡ് ടു സിൻ, പാപത്തിന് മരിച്ചു. ഈ 6-ാം അധ്യായത്തിൽ തന്നെ 4 പ്രാവശ്യം എടുത്ത് പറയുന്നുണ്ട്. 2-ാം വാക്യം പാപസംബന്ധമായി മരിച്ചു. 7-ാം വാക്യം അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു. 8-ാം വാക്യം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു. 11-ാം വാക്യം അവണ്ണം നിങ്ങൾ പാപസംബന്ധമായി മരിച്ചു. നോക്കുക, 4 പ്രാവശ്യം നമ്മൾ പാപത്തിന് മരിച്ചു. ഡെഡ് ടു സിൻ, പാപത്തിന് മരിച്ചു. ഇനി കൊലോസ് ലേഖനത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. 1-2 വാക്യം വായിക്കാം. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. കൊലോസ്യർ 2:20. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു. 3:3 വായിക്കേ. കൊലോസ്യർ 3:3. നിങ്ങൾ മരിച്ചു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ മരിച്ചു. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു. റോമർ 6-ൽ 4 പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ പാപത്തിന് മരിച്ചു. പണ്ട് നമ്മൾ പാപത്തിലാണ് ജീവിച്ചത്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പാപത്തിൽ ജീവിക്കുകയാണ്. എന്നാൽ പാപത്തിന് നമ്മൾ മരിക്കുകയാണ്. ആ മരണം നമുക്ക് സാധിപ്പിച്ചു തന്നത് ദൈവപുത്രന്റെ മരണത്തിലൂടെയാണ്. നമുക്ക് നോക്കാം, വീണ്ടും എടുക്കാം. റോമലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരാം. ഇനി നമ്മൾ അല്പം വിശദമായിട്ട് ആ ഭാഗം ഒന്ന് ചിന്തിക്കുകയാണ്. റോമലേഖനം 5-ാം അധ്യായം വരെ നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള കാര്യമാണ്. പാപികളായിരുന്നു, നമ്മൾ രക്ഷിക്കപ്പെട്ടു, നീതീകരണം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ഇന്ന അനുഗ്രഹങ്ങൾ കിട്ടുന്നു. 5-ാം അധ്യായം. എന്നാൽ 6-ാം അധ്യായം തുടങ്ങി നമ്മുടെ ഡെയിലി സാങ്ക്ടിഫിക്കേഷൻ, ദിനംതോറുമുള്ള നമ്മുടെ ശുദ്ധീകരണം, സ്വർഗത്തിൽ നടക്കുന്ന പോലെ ഭൂമിയിൽ നടക്കുക. അവൻ ജീവന്റെ പുതുക്കത്തിൽ നടന്ന പോലെ നാം ഇവിടെ നടക്കുക. പാപത്തിൽ തുടർന്ന് ജീവിക്കാതിരിക്കുക. നമ്മൾ ഓർക്കണം, പാപത്തിൽ തുടർന്ന് ജീവിക്കാതിരിക്കുക. ആരെ കുറിച്ചാണ് ഈ പറയുന്നത്? ഹൂ ഈസ് ഡെഡ് ടു സിൻ. നമ്മൾ 2-ാം വാക്യത്തില് പാപസംബന്ധമായി മരിച്ചു. നിങ്ങൾ പാപസംബന്ധമായി മരിച്ചു. ആരാണ് ഈ പാപസംബന്ധമായി മരിച്ചത്? കുറെ വിശ്വാസികളാണോ? അതോ കുറച്ച് ആത്മീയരായ ആളുകളാണോ? ദൈവത്തിന്റെ മുമ്പില് ആരാണ് ഇങ്ങനെ പാപസംബന്ധമായി മരിച്ചത്? കുറച്ച് വിശ്വാസികളാണോ? അതോ ആരാണ് ഈ മരിച്ചത്? എല്ലാ വിശ്വാസികളും അങ്ങനെ മരിച്ചു. എല്ലാ വിശ്വാസികൾക്കും കർത്താവ് ക്രൂശിൽ മരിച്ചു. എല്ലാ വിശ്വാസികളും പാപസംബന്ധമായി മരിച്ചു. ഇത് നമ്മുടെ എക്സ്പെരിമെന്റൽ, അതായത് നമ്മുടെ ദിനംതോറുമുള്ള അനുഭവമല്ല. ഇറ്റ് ഈസ് എ പൊസിഷണൽ സ്റ്റേറ്റ്. നമ്മുടെ സ്ഥാനീയമായ ഓരോ വിശ്വാസിയും ദൈവം കാണുന്നത് ഇങ്ങനെയാണ്. ഓരോ വിശ്വാസിയും ദൈവം കാണുന്നത് ഇങ്ങനെയാണ്. His position is that he is a person who is dead to sin. അവൻ പാപത്തിന് മരിച്ചൊരു വ്യക്തിയാണ്. ദൈവത്തിന്റെ പുത്രൻ, എന്റെ പുത്രൻ, അവന്റെ പാപത്തിന് വേണ്ടി മാത്രമല്ല മരിച്ചത്, അവൻ പാപത്തിന് മരിച്ചു. സൗരന്മാരെ, നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ അവിടെയാണ് തുടങ്ങുന്നത്. അവിടെയാണ് നമ്മുടെ ശുദ്ധീകരണത്തിന്റെ ഇത് തുടക്കം. എന്തിനു വേണ്ടിയാണ്?
നമ്മൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ. നോക്കുക, നമ്മൾ ഓർക്കണം, ഇന്നും നമ്മളിൽ പഴയ മനുഷ്യനുണ്ട്. അവന് പാപം ചെയ്യാനുള്ള പ്രവണതയുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പൊസിഷണലി ദൈവത്തിന്റെ മുന്നിൽ അവൻ പാപസംബന്ധമായി മരിച്ചവനാണ്. അതുകൊണ്ടാണ് പൗലോസ് ചോദിച്ചത്, പാപസംബന്ധമായി മരിച്ചവരായ നിങ്ങൾ ഇനി എങ്ങനെയാണ് അതിൽ ജീവിക്കുന്നത്? യെസ്, നമുക്ക് വിടുതൽ കിട്ടി, നമുക്ക് അത്ഭുതകരമായ ഒരു വിടുതൽ കിട്ടി. ഇവിടെ ഞാൻ പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. ഇറ്റ് ഈസ് കോ ക്രൂസിഫിക്ഷൻ. ഞാനൊരു തലക്കെട്ട് കൊടുത്തു ഈ ഭാഗത്തിന്. കോ ക്രൂസിഫിക്ഷൻ, കോ ഡെത്ത്, കോ ബറിയൽ ആൻഡ് കോ റിസറക്ഷൻ. ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, ക്രിസ്തുവിനോട് കൂടെ മരിച്ചു, ക്രിസ്തുവിനോട് കൂടെ അടക്കപ്പെട്ടു, ക്രിസ്തുവിനോട് കൂടെ പുനരുദ്ധാനം പ്രാപിച്ചു. ഇനി ഇത് മനസ്സിലാക്കാനായിട്ട്, ഈ വിടുതലിന്റെ ഈ ലൈൻ, ഇത് മനസ്സിലാക്കാനായിട്ട് ഈ അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ ഒരു സ്നാനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 3-ാം വാക്യം, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും. ക്ഷമിക്കണേ, ഞാൻ തുറന്നു പറയട്ടെ, ഞാൻ കരുതിയിരുന്നത് ഇത് ജലസ്നാനമാണെന്ന്. നമുക്കതിന്റെ പാഠങ്ങൾ ഇവിടെ നിന്ന് എടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇവിടെ പൗലോസ് ഉദ്ദേശിച്ചിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് ഉദ്ദേശിച്ചിരിക്കുന്നത് ജലസ്നാനമല്ല, ആത്മസ്നാനമാണ്. എങ്ങനെയാ സഹോദര അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചേക്കാം. നിങ്ങൾ ചോദിച്ചേക്കാം, എങ്ങനെയാണ് പറയുന്നത്, എങ്ങനെയാ പറയുന്നതെന്ന്. ഞാൻ വേറെ ഒരു വാക്യം എടുക്കാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം എടുത്ത് നമുക്കിവിടെ തിരിച്ചു വരണം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം എടുത്താട്ടെ. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം ഒന്ന് എടുത്തേ. ഗലാത്യർ 3:27. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും. ഈ 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും. എല്ലാവരെയും ക്രിസ്തുവിനോട് ചേർക്കുന്ന സ്നാനം ഏതാണ്? ജലസ്നാനത്താലാണെങ്കിൽ രക്ഷിക്കപ്പെട്ട ശേഷമാണല്ലോ ജലസ്നാനം. അപ്പോൾ എപ്പോഴാ ക്രിസ്തുവിനോട് നമ്മൾ ചേർന്നത്? ജലസ്നാനത്തിലാണോ? ഉദാഹരണമായിട്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടത് 2 വർഷം മുമ്പാണ്. 2 വർഷം കഴിഞ്ഞാണ് ഞാൻ ജലസ്നാനം നടത്തുന്നത്. ഞാൻ എപ്പോഴാ ക്രിസ്തുവിനോട് ചേർന്നത്? ഈ 2 വർഷം കഴിഞ്ഞ് ജലസ്നാനം നടന്നപ്പോഴാണോ? അല്ല, ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്താണ് ക്രിസ്തുവിനോട് ചേർന്നത്. ആ ക്രിസ്തുവിനോട് ചേർന്നത് എങ്ങനെയാണ്? ആത്മസ്നാനത്താലാണ്. നമുക്കത് വിശദമായി നോക്കാം. നോക്കുക, ആത്മസ്നാനത്താലാണ് ഒരു വ്യക്തി ക്രിസ്തുവിനോട് ചേരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ രണ്ടും നിങ്ങളെല്ലാവരും എന്നുള്ള പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത്. ഗലാത്യർ 3:27 റോമർ 6:3 അത് വാട്ടർ ബാപ്റ്റിസത്തെ കുറിച്ച് അല്ല എന്നുള്ളതാണ് സൂക്ഷ്മ പരിശോധനയിൽ മനസ്സിലാക്കുന്നത്. ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് അത് മനസ്സിലാക്കിയത്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഈ സ്നാനം ഏത്? ഈ ആത്മസ്നാനം രക്ഷിക്കപ്പെടുന്ന മാത്രയിൽ ദൈവം നമ്മളിൽ ചെയ്യുന്ന ഒരു വലിയ ക്രിയയാണ് ആത്മസ്നാനം. 1 കൊരിന്ത്യർ 12:13 നോക്കിയേ. 1 കൊരിന്ത്യർ 12:13. 1 കൊരിന്ത്യർ 12:13. അവിടെ യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും, നമ്മൾ മുമ്പേ വായിച്ച ഭാഗത്തും എല്ലാവരും എന്നുള്ള പദം കണ്ടു. നിങ്ങളെല്ലാവരും ഗലാത്യർ 3:27 റോമർ 6:3 നമ്മൾ വായിച്ചു. ഇവിടെയും വായിക്കുന്നു, നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ആത്മസ്നാനമാണ് ഇവിടെ പറയുന്നത്. നമ്മള് ക്രിസ്തുവിനോട് ചേർന്നത് ആത്മസ്നാനത്താലാണ്. എല്ലാവരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി ചേർന്നത് ആത്മസ്നാനത്താലാണ്. 2 വേദഭാഗം ഞാൻ കാണിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14 എടുത്താട്ടെ. നമ്മുടെ കർത്താവ് പറഞ്ഞ ഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം നോക്കിയാട്ടെ. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് നിങ്ങൾ അന്നറിയും.
കർത്താവ് എന്തിനെ കുറിച്ചാ പറയുന്നത്? പരിശുദ്ധാത്മാവ് വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ മോഡിലുള്ള ഭാഗം നമുക്കറിയാം. പരിശുദ്ധാത്മാവ് വരുന്ന കാര്യമാണ്. ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അന്ന് നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്നറിയും. ഒരു വാക്യം കൂടെ നോക്കാം. ഈ യോഹന്നാൻ തന്നെ 1 യോഹന്നാൻ 4-ാം അധ്യായം നിർത്താട്ടെ. 1 യോഹന്നാൻ 4-ാം അധ്യായം 1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം നോക്കട്ടെ. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നുവെന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. അണ്ടർലൈൻ ചെയ്തു കൊള്ളുക, സൂക്ഷിച്ചു കൊള്ളുക ആ വാക്യം. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നുവെന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. സഹോദരന്മാരെ, ജലസ്നാനത്താൽ അല്ല ഇത് സംഭവിച്ചത്. നാം ക്രിസ്തുവിലായി മാറിയത് ആത്മസ്നാനത്താലാണ്. നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനോട് ചേർന്നു, ക്രിസ്തുവിന്റെ ഭാഗമായി ചേർന്നു. ഇൻ ഹിം, അവനിൽ എന്നുള്ള പദം. ഓ, എന്തോ ഒരു അത്ഭുതകരമായ പ്രവൃത്തിയാണ് ദൈവം ചെയ്തത്. നാം കർത്താവിനെ സ്വീകരിച്ച മാത്രയിൽ, രക്ഷിക്കപ്പെട്ട മാത്രയിൽ ആത്മസ്നാനത്താൽ നമ്മളെ ക്രിസ്തുവിലാക്കി മാറ്റുകയാണ്. ക്രിസ്തുവിലാക്കി മാറ്റുകയാണ്. അങ്ങനെ ക്രിസ്തുവിലായി തീരുമ്പോൾ നമ്മള് ആ ക്രിസ്തുവിൽ നമ്മളെ പ്ലേസ് ചെയ്തു. നമുക്ക് പിന്നെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ. ഉദാഹരണമായിട്ട് നീതീകരണം. 2 കൊരിന്ത്യർ 5 എടുത്താട്ടെ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം. നമുക്ക് ലഭിച്ച നീതീകരണം ഒന്ന് വയ്ക്കാട്ടെ. നമ്മൾ ക്രിസ്തുവിലായി തീർന്നത് കൊണ്ട് 2 കൊരിന്ത്യർ 5:21. 2 കൊരിന്ത്യർ 5:21. അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അവനിൽ നാം ദൈവത്തിന്റെ നീതിയായി മാറി. Made the righteousness of God in him. അങ്ങനെയാണ് ഇംഗ്ലീഷിൽ. Made the righteousness of God in him. 1 കൊരിന്ത്യർ 1:30. 1 കൊരിന്ത്യർ 1:30. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം. അതാര് ചെയ്തു എന്നുള്ളതൂടെ അവിടെ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 1:30. അവനാൽ നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. ഓ, വണ്ടർഫുൾ. നിങ്ങളോ അവനാൽ. ആരാൽ? പിതാവായ ദൈവത്താൽ. ദൈവം ചെയ്താണിത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഗോഡ്. നിങ്ങളോ അവനാൽ പിതാവായ ദൈവത്താൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് നമുക്ക് ജ്ഞാനമായി, നീതിയായി, ശുദ്ധീകരണമായി, വീണ്ടെടുപ്പായി. എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അത് ക്രിസ്തുവിലായി തീർന്നത് കൊണ്ടാണ്. യു ആർ ഇൻ ക്രൈസ്റ്റ് ബിക്കോസ് ഓഫ് ഹിം. വണ്ടർഫുൾ. യു ആർ ഇൻ ക്രൈസ്റ്റ്. ഹി ഈസ് അവർ റൈച്ചസ്നെസ്. നോക്കുക എന്റെ സഹോദരന്മാരെ, എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇൻ ക്രൈസ്റ്റ് എന്നുള്ളത് കൊണ്ടാണ്. നമ്മളെ ഇൻ ക്രൈസ്റ്റ് ആക്കിയത് ആരാണ്? പിതാവായ ദൈവമാണ്. ഇവിടെ വായിക്കുന്ന കണ്ടോ ആ 30-ാം വാക്യം. യു ആർ ഇൻ ക്രൈസ്റ്റ് ബിക്കോസ് ഓഫ് ഗോഡ്, ഓർ ഓഫ് ഹിം യു ആർ ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുയേശുവിലായിരിക്കുന്നത് പിതാവായ ദൈവത്താലാണ്. വണ്ടർഫുൾ ആൻഡ് വണ്ടർഫുൾ, വണ്ടർഫുൾ. വീണ്ടും മറ്റൊരു കാര്യം കൂടെ ഞാൻ ഓർത്തു. എഫേസർ ലേഖനം 1-ാം അധ്യായം എടുത്താട്ടെ. 6-ാം വാക്യം. അത് ഇംഗ്ലീഷ് ബൈബിളിലാണ് കൃത്യം, കുറച്ചുകൂടെ ബ്യൂട്ടി. അവിടെ 6-ാം വാക്യം. എഫേസർ 1:6. അവൻ പ്രിയനായവൽ നമുക്ക് സൗജന്യമായി നൽകിയ കൃപാമഹത്വത്തിന് പോഷയ്ക്കായിട്ട് സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. വി ആർ അക്സെപ്റ്റഡ് ഇൻ ദ ബിലവഡ്. വി ആർ അക്സെപ്റ്റഡ് ഇൻ ദ ബിലവഡ്. പ്രിയനായവനിൽ നമ്മെ അക്സെപ്റ്റ് ചെയ്തു, നമ്മെ തിരഞ്ഞെടുത്തു. അവനിൽ നമ്മൾ ദൈവത്തിന്റെ നീതിയായി മാറി. എന്തെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി മരിക്കുമ്പോൾ നടന്നോ അതെല്ലാം നമ്മുടേതായി തീർന്നു. ബിക്കോസ് വി ആർ ഇൻ ഹിം. ബേസ്ഡ് ഓൺ ദിസ് വിറ്റൽ യൂണിയൻ, അതായത് ക്രിസ്തു നമ്മളുമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിൽ, അഭേദ്യ ബന്ധം. നമുക്ക് റോമർ 6-ലേക്ക് വരാം. ഈ അഭേദ്യ ബന്ധത്താൽ 3-ാം വാക്യം നോക്കിയാട്ടെ. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റു. ആത്മസ്നാനത്താൽ ക്രിസ്തുവിലായി മാറി. ആ സ്നാനം എന്ന് പറയുന്നത് അവന്റെ മരണത്തിന്റെ പങ്കാളിത്തം വഹിക്കാനാണ്. ഡെത്ത്. വി ആർ ഇൻ ഹിം, എ പാർട്ട് ഓഫ് ഹിം, ആൻഡ് ദ വാല്യൂ ഓഫ് ഹിസ് ഡെത്ത് ഈസ് അവേഴ്സ്. നമ്മൾ അവന്റെ ഭാഗമായി തീർന്നു. അവന്റെ മരണം നമ്മുടെ മരണമാണ്. നമ്മൾ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. കൊലോസ്യർ 2:12 നോക്കിക്കാട്ടെ. റോമലേഖനത്തിലുണ്ട്, എന്നാൽ
4-ാം വാക്യത്തിലുണ്ട്. കൊലോസ്യർ 2-ന്റെ 12-ാം വാക്യം നോക്കിക്കട്ടെ. 12-ാം വാക്യം അവിടെ നിന്ന് ഇങ്ങനെ വായിക്കുന്നു: സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെട്ടു. നിങ്ങൾ അവനോടുകൂടെ യു ആർ ബറീഡ് വിത്ത് ഹിം ബൈ ബാപ്റ്റിസം ഇൻ ടു ഡെത്ത്. റോമർ 6:4 നമ്മൾ വായിക്കുന്നുണ്ട്. സഹോദരന്മാരെ, നമ്മളെ ഒരു സത്യം നമ്മളിവിടെ മനസ്സിലാക്കുന്നു. നമ്മൾ 8-ാം വാക്യത്തിൽ 6-ാം വാക്യം ആദ്യം നോക്കാം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയും. അവനോട് കൂടെ 8-ാം വാക്യം ക്രിസ്തുവിനോട് കൂടെ മരിച്ചു. നോക്കിയ 8-ാം വാക്യം ക്രിസ്തുവിനോട് കൂടെ മരിച്ചു. 4-ാം വാക്യം സ്നാനത്തിൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തുവിനോട് കൂടെ മരിച്ചു. ക്രിസ്തുവിനോട് കൂടെ അടക്കപ്പെട്ടു. 5-ാം വാക്യം അവിടെ വായിക്കുന്നു: അവന്റെ മരണത്തോട് ഏകീഭവിച്ചിട്ട് പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിച്ചു. അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു, അവനോടുകൂടെ പുനരുത്ഥാനം പ്രാപിച്ചു. വണ്ടർഫുൾ. എന്തിനാ ദൈവം ഇതൊക്കെ ചെയ്തത്? ദൈവം എന്തിനാണ് ഈ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തത്? നമ്മുടെ പാപത്തിന്റെ ശിക്ഷ മാത്രമല്ല, നമ്മുടെ പാപപ്രകൃതി ഈ വിധത്തിൽ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട്, അവനോടുകൂടെ അടക്കപ്പെട്ട്, അവനോടുകൂടെ പുനരുത്ഥാനം പ്രാപിച്ചത് എന്തിനാണ്? 4-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. Even so we also should walk in newness of life. 4-ാം വാക്യം ക്രിസ്തു പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റ പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത്. സഹോദരന്മാരെ, it is concerning our walk. Yes, it is concerning our walk. നമ്മുടെ നടപ്പ്, our walk. This is the divine object. ദൈവത്തിന്റെ പരമലക്ഷ്യം, ദൈവത്തിന്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകിയത്, ദൈവത്തിന്റെ പരമലക്ഷ്യം തന്റെ പുത്രനിലൂടെ നാം അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനോടുകൂടെ പുനരുത്ഥാനം പ്രാപിച്ചു. നമ്മുടെ പഴയ മനുഷ്യന്റെ ശക്തി ദൈവം അങ്ങനെ തകർക്കുമ്പോൾ അതെങ്ങനെയാണ് പ്രായോഗികമായി നമുക്ക് തീരുന്നത്? പ്രായോഗികമായി നമുക്ക് തീരുന്നത് 6-ാം വാക്യം നോക്കിയേ. 6-ാം വാക്യം അത് നിങ്ങളൊരു ഹൈലൈറ്റ് ചെയ്താലും വേണ്ടില്ല. ഇത് അവനോട് ക്രൂശിക്കപ്പെട്ടെന്ന് നാം അറിയുന്നു. knowing this, that the body of sin might be destroyed. പാപ ശരീരത്തിന് നീക്കം വരണം. അത് സംഭവിക്കുന്നത് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടെന്ന് നാം അറിയുമ്പോഴാണ്. the power, ഈ ശരീരത്തിൽ പാപമുണ്ട്, ഈ ശരീരത്തിൽ പാപത്തിന്റെ അഭിലാഷങ്ങളുണ്ട്. എന്നാൽ ഈ പാപത്തിന്റെ ശക്തി തകരുന്നത് എപ്പോഴാണ്? ഞാനിത് അറിയുമ്പോഴാണ്. അത് വളരെ ഗൗരവമേറിയ കാര്യമാണ്. ഞാനിത് അറിയണം. എന്താ അറിയേണ്ടത്? ഞാൻ കർത്താവിനോടുകൂടെ മരിച്ചു, ക്രൂശിക്കപ്പെട്ടു. എന്റെ കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ എന്റെ പഴയ മനുഷ്യനും അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനോടുകൂടെ പുനരുത്ഥാനം പ്രാപിച്ചു. എന്തിനു വേണ്ടി? ഞാൻ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാണ്. എ ന്യൂ കൈൻഡ് ഓഫ് ലൈഫ്, ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഹെവൻലി ലൈഫ് ഇന്ന് നടക്കാൻ വേണ്ടി ഇത് ഞാൻ അറിയണം. ദൈവം ആഗ്രഹിക്കുന്നു knowing this. ഞാനിത് അറിയുമ്പോൾ എന്നിലുള്ള പാപത്തിന്റെ ശക്തിക്ക് മാറ്റം വരിക. യെസ് സഹോദരന്മാരെ, ഈ അറിയുക എന്ന് പറയുന്നതാണ് ദൈവം എനിക്ക് വേണ്ടി ചെയ്തത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അറിയുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒരു കാര്യം ഓർത്താട്ടെ, there is nothing reference for our work. നമ്മുടെ പ്രവൃത്തിയുള്ള ബന്ധത്തിൽ ഒരു കാര്യവുമില്ല. ഈ പ്രവൃത്തി മുഴുവൻ ചെയ്തത് പിതാവായ ദൈവം. പിതാവായ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുകയാണ്. നമ്മുടെ ഡ്യൂട്ടി നമ്മളിത് അറിയണം. നമ്മളിത് അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ചെയ്യേണ്ട എന്താണ്? 11-ാം വാക്യം നോക്കിയാട്ടെ. ഔവണ്ണം 11-ാം വാക്യം, ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ നിങ്ങളെ തന്നെ എണ്ണണം.
യു ഷുഡ് റെക്കൺ യുവർ സെൽഫ്. ഈ വസ്തുതയുണ്ടല്ലോ, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഈ വസ്തുത നമ്മൾ അറിയണം. നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരാണെന്ന് എണ്ണണം. നമ്മളത് റെക്കൺ ചെയ്യണം. റെക്കൺ അവർ സെൽഫ്. നമ്മൾ പാപത്തിന് മരിച്ചവരാണ്. ഞാൻ എണ്ണണം, ഞാൻ മനസ്സിലാക്കണം, ഞാൻ പാപത്തിന് മരിച്ചവനാണ്. ഞാൻ ഈ സത്യം അറിയുന്നു. എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യം, സ്വർഗത്തിൽ നടക്കേണ്ട പോലെ ഞാൻ ഈ ഭൂമിയിൽ നടക്കുവാൻ, എന്റെ നടപ്പ് ജീവന്റെ പുതുക്കത്തിൽ പുതുമയുള്ള നടപ്പായി തീരുവാൻ ദൈവം എനിക്ക് വേണ്ടി ചെയ്തത് ഞാൻ അറിയുന്നു. ഞാൻ അറിഞ്ഞ ശേഷം പാപസംബന്ധമായി മരിച്ചവനെന്ന് യേശുക്രിസ്തുവിൽ ഞാൻ എണ്ണുന്നു. ഐ റെക്കൺ ഇറ്റ്. എണ്ണുക. അങ്ങനെ എണ്ണിയ ശേഷം ഒരു കാര്യം കൂടെ ചെയ്യണം. നമ്മളോട് ചെയ്യുവാൻ ആവശ്യപ്പെട്ട ഒരു കാര്യമേ ഉള്ളൂ. എന്താണ്? ഒരു കാര്യം നമ്മളോട് ചെയ്തു. എന്താ നമ്മളോട് പറഞ്ഞ്? നമ്മൾ എണ്ണണം. എണ്ണിയ ശേഷം നമ്മൾ സമർപ്പിക്കണം. 13-ാം വാക്യം നോക്കി. നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. നാം അറിയണം, ഈ സത്യം നമ്മൾ അറിയണം. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യം നമ്മൾ വിശ്വാസികൾ അറിയണം. നാം അറിഞ്ഞ ശേഷം അതങ്ങനെയാണെന്ന് നമ്മൾ എണ്ണണം. വി ഷുഡ് റെക്കൺ. നമ്മൾ എണ്ണിയ ശേഷം നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കണം. പാപ സംബന്ധമായി ഞാൻ മരിച്ചവനാണെന്ന് എണ്ണുകയാണ്. ഞാൻ എന്നിട്ട് എന്നെ സമർപ്പിച്ചു കൊടുക്കുകയാണ്. എന്നെ കർത്താവിന് സമർപ്പിക്കുകയാണ്. അതിന്റെ ശേഷം ഇമീഡിയറ്റ്ലി ഒരു വാക്ക് വന്നു. 14-ാം വാക്യം നോക്കി. ഇത് പറഞ്ഞിട്ട് ഉടനെ 14-ാം വാക്യം. എന്തിനാ അത് പറഞ്ഞെന്ന് നമ്മൾ ഓർക്കും. 14-ാം വാക്യം, നിങ്ങളുടെ ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്കത്ര അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തത്തില്ല. ദൈവം എന്തിനാ അത് പറഞ്ഞത്? ദൈവം അത് പറഞ്ഞതിന്റെ മഹത്വം നമ്മളൊന്ന് ആലോചിച്ച്. സഹോദരന്മാരെ, നിങ്ങള് ന്യായപ്രമാണത്തിനല്ല, ന്യായപ്രമാണത്തിൽ മനുഷ്യൻ പ്രയത്നിക്കുക. നമ്മൾ ഇന്ന് ന്യായപ്രമാണത്തിലല്ല, നമ്മൾ ഇന്ന് കൃപയ്ക്കധീനരാണ്. പുതിയ നിയമം. ഈ കൃപയ്ക്കധീനരായപ്പോൾ എന്ത് ചെയ്തു? ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നു, നമ്മുടെ ഉള്ളിലേക്ക് തന്നു. ഞാൻ അതിനു വേണ്ടി ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് എന്നെ അതിന് പ്രേരിപ്പിക്കുന്നു, എനിക്ക് ശക്തി പകർന്നു തരുന്നു. വണ്ടർഫുൾ, വണ്ടർഫുൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ആർക്ക് വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? God has done everything for us. ദൈവം എല്ലാം നമുക്ക് വേണ്ടി ചെയ്തത്. അവസാനമായി നമ്മൾ കണ്ടു, ദൈവം നമുക്ക് ചെയ്ത കാര്യം നമ്മൾ അറിയണം. നമ്മൾ അത് അങ്ങനെ തന്നെയാണെന്ന് എണ്ണണം. പാപസംബന്ധമായി ഞാൻ മരിച്ചവനാണെന്ന് എണ്ണണം. എണ്ണിയ ശേഷം ഞാൻ സമർപ്പിക്കണം. എന്നിട്ട് ഉറപ്പ് തരികയാണ്, പാപം നിങ്ങൾ കർത്തൃത്വം നടത്തത്തില്ല. എന്താ കാരണം? നമ്മൾ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല. ന്യായപ്രമാണത്തിന്റെ കീഴിൽ മനുഷ്യൻ കിടന്ന് അത് നിവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അവന് ബലമില്ല. എന്നാൽ എനിക്ക് ദൈവം തന്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിലേക്ക് തന്നു. കൃപ, ദൈവത്തിന്റെ കൃപ. ഞാൻ കൃപയുടെ അധീനനാണ്. ആത്മാവിന്റെ സഹായം എന്നിൽ തന്നത് മൂലം. എന്റെ സഹോദരന്മാരെ, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ ഭാഗം ഒന്ന് നിർത്താനായിട്ട് ശ്രമിക്കാം. ഇവിടെ ക്രൂശിക്കപ്പെട്ടു എന്നുള്ള പദം ഞാൻ നോട്ട് ചെയ്യുകയാണ്. എണ്ണണം. ആ ക്രൂശിക്കപ്പെട്ടു എന്നുള്ള വാക്ക് നമ്മൾ നോക്കിയാൽ ക്രൂശിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. ക്രൂശിക്കപ്പെട്ടിരിക്കുക ദൈവം ചെയ്ത. നമ്മളത് മനസ്സിലാക്കിയാൽ മാത്രം മതി. നിങ്ങൾ അറിയുന്നു, നിങ്ങളത് അങ്ങനെ എണ്ണുന്നു, നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ദൈവം തന്റെ ആത്മാവ് മൂലം നിങ്ങളെ സഹായിക്കുന്നു. ഞാൻ ചില വാക്യങ്ങൾ തരാം. കൊലോസ് ലേഖനത്തിൽ നിന്നും ഗലാത്യ ലേഖനത്തിൽ നിന്നും മാത്രം ഞാൻ എടുത്തോട്ടെ. കൊലോസ് ലേഖനം 2-ാം അധ്യായം. കൊലോസ് ലേഖനം 2-ാം അധ്യായം, കൊലോഷ്യൻസ് ചാപ്റ്റർ 2, അതിന്റെ 20-ാമത്തെ വാക്യം നോക്കാട്ടെ. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ ഭാഗങ്ങൾ സംബന്ധിച്ച് മരിച്ചു. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെയാണ് മരിച്ചത്. നമ്മൾ ജനിച്ചിട്ടില്ല, ക്രിസ്തുവിനോടുകൂടെ മരിച്ചു. 3:3 വായിക്കേ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ മരിച്ചു ക്രിസ്തുവിനോട് കൂടെ. ഗലാത്യർ 3:2 എടുത്താട്ടെ. ഇപ്പോഴാണ് ഈ പൗലോസ് പറഞ്ഞത്. ഞാൻ ഇന്നലെ ഇന്നുമൊക്കെ ഞാൻ ചിന്തിക്കായിരുന്നു, ദൈവമേ, ഈ പൗലോസിനൊക്കെ ഈ പരിജ്ഞാനം എങ്ങനെ കിട്ടിയെന്നുള്ളത്.
ഈ ഗലാത്യർ 2:20 വാക്യം നോക്കി, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ്. ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യർ 6:14 നോക്കി. ഗലാത്യർ 6:14, 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. എനിക്കോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവൻ അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. 5:24 നോക്കിയാട്ടെ. ക്രിസ്തുയേശുവിനുള്ള ഒരു ജഡത്തെ അതിന്റെ രാഹുമോനോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ക്രൂശിച്ചിരിക്കുന്നു പാസ്റ്റ് ടെൻസ് ആണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ റെഫറൻസ് പാസ്റ്റ് ടെൻസ് ആണ്. ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ദൈവമാണ് അത് ചെയ്തത്. ഞാനത് മനസ്സിലാക്കി എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ, knowing this, and we will have a life walking in newness of life. 6-ാം അധ്യായത്തിന്റെ ഞാൻ ഓടിച്ച് പറയുകയായിരുന്നു, ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ നമുക്ക് വേണ്ടി ദൈവം എല്ലാം ഒരുക്കി തന്നു. നമ്മുടെ പാപത്തിന്റെ ശിക്ഷയായ ആ മരണം കർത്താവ് ക്രൂശിൽ അനുഭവിക്കുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യന്റെ ശക്തി തകർത്ത് കളയാൻ നമ്മുടെ പഴയ മനുഷ്യനെയും അവിടെ ക്രൂശിച്ചു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കുന്നു. നമ്മൾ വായിച്ചതുപോലെ ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിനോട് കൂടെ. നമ്മുടെ നീതീകരണം കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത്, ക്രൂശിക്കപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ എൻ്റെ ശുദ്ധീകരണം ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടെന്ന് ഞാനിത് അറിയുന്നു, ഞാനത് എണ്ണുന്നു, എന്നെ തന്നെ സമർപ്പിക്കുന്നു, ആത്മാവെന്നെ സഹായിക്കുന്നു. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ നിർത്തുന്നു. എത്ര ഡീപ്പായിട്ടുള്ള ആഴമേറിയ ഒരു പഠനമാണിത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കൂടുതലായി ധ്യാനിപ്പാനും ചിന്തിപ്പാനും ദൈവം ഇടയാക്കട്ടെ. അവന്റെ വലിയ നാമം മഹത്വപ്പെടും.